ഹലോ ഫ്രണ്ട്സ്, ഇതൊരു സെൽഫി സ്റ്റിക്കാണ്. സെൽഫി സ്റ്റിക്ക് മാത്രമല്ല, ഇത് നമുക്ക് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിൻ്റെ മോഡൽ നമ്പർ R1S എന്നാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പം നമ്മൾ ഇത് മിനിമൈസ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 185 മില്ലിമീറ്ററാണ്. അതായത് 18.5 സെൻറ്റിമീറ്റർ. ഇത് മെറ്റീരിയൽ ഇതിൽ പ്ലാസ്റ്റിക് ആയിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ABS ആണ്, മറ്റേത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പം 4 കളറുണ്ട്: ഡാർക്ക് ഗ്രീന്, പിങ്ക്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇപ്പം ബ്ലാക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്, ഓൺലൈൻ വരുത്തിയതാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. ഇവിടെ C ടൈപ്പ്, ഇവിടെ USB-A. നമുക്ക് സാധാരണ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നതൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ബൾബുണ്ട്, അത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഇവിടെ ഈ സൈഡ് ഇംഗ്ലീഷ് ഉണ്ട്, ഈ സൈഡിൽ ഇംഗ്ലീഷ് ഉണ്ട്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഇതാണ് സെൽഫി സ്റ്റിക്ക്. സെൽഫി മാത്രമല്ല, ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ സ്വിച്ച് ഇതായി ഇവിടെ ഇരിപ്പുണ്ട്. 2 ഇതുണ്ട്, ഡിം, അടുത്ത ബ്രൈറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിനെ സെൽഫി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയുള്ളതാണ് ഇത്. നമ്മളിത് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ LED കത്തും. എന്നിട്ട് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. എന്നിട്ട് ആ ഫോണിലെ ബ്ലൂടൂത്തും ഇത് തമ്മിൽ പെയർ ആയതിനു ശേഷം നമുക്ക് ഇത് ഇതായിട്ട് ഉപയോഗിക്കാം, സെൽഫി ആയിട്ട്. നമുക്ക് ഒരു സെക്കൻഡേ, നമുക്കിത് ഇങ്ങനെ സെൽഫി കണക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൽ അമർത്തി കഴിഞ്ഞാൽ ഫോണിൽ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ടായിട്ട് ഉപയോഗിക്കാം. റിമോട്ടായിട്ട് ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് ദൂരെ എവിടെയെങ്കിലും ഇതാണ് ഞാൻ പറഞ്ഞത് ട്രൈപോഡ് എന്ന് പറയാം. ഇങ്ങനെ നിർത്താം ട്രൈപോഡ് നിർത്തിയിട്ട് നമുക്ക് ദൂരെ ഇരുന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫോട്ടോ എടുക്കും. അതിനുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് നീട്ടാൻ പറ്റും, ഇങ്ങനെ നീട്ടാൻ പറ്റും. ഇതിന് ലെങ്ത് ഞാൻ അതിൽ ഇട്ടിക്കാം. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഇത് വയ്ക്കുന്നത്, നമ്മൾ ഫോൺ വയ്ക്കുന്നത്. ഇതിനകത്ത് ഫോൺ വയ്ക്കാം. ഫോണിന് ലെങ്ത് കൂട്ടാൻ പറ്റും. നീളം കൂട്ടുമ്പോൾ വലുതാണെങ്കിൽ വലുത് വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് അപ്പ് ആൻഡ് ഡൗണിങ് ആക്കിയിട്ട് ഇത് തിരിക്കാൻ പറ്റുള്ളത്. തിരിക്കുക വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി ആയിട്ടിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് സെൽഫി എടുക്കുമ്പോൾ ഇരുട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ബൾബ് ലൈറ്റ് ഉപയോഗിക്കാം. ഇതിൽ 3 കാര്യങ്ങളുടെ പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റാണെന്ന് പറഞ്ഞല്ലോ. ഇത് ചാർജ് ചെയ്യണത് നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പോർട്ട് വരുന്നത്. USB-C പോർട്ടാണ്. നമുക്ക് USB ഇതാണ്, മൈക്രോ USB ആണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. അത് ഇവിടെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 72 സെൻറ്റിമീറ്ററാണ്. പിന്നെ അതിൻ്റെ വില എന്ന് പറയുന്നത് എനിക്ക് 225 റുപ്പീസാണ് ആയത്. 225 റുപ്പീസിന് ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടമല്ല. കാരണം ചില ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഇതും ഉണ്ട്. നല്ല മെറ്റീരിയൽ എനിക്ക് വലിയ ഇത് കുഴപ്പമൊന്നും തോന്നുന്നില്ല. മെറ്റീരിയലും കുഴപ്പമില്ല. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. നല്ല ക്വാളിറ്റികളാണ്. ഈ 225 ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ബൈ.